എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മയെ നിഷേധിച്ചു പറഞ്ഞ വാക്കുകൾക്ക് എനിക്ക് മാപ്പ് പറയണം. ആ മുഖത്ത് നോക്കി എനിക്ക് അമ്മയെന്നൊന്ന് വിളിക്കണം. ആ എന്താ പിന്നെ കാത്തിരിപ്പിന്റെ ആവശ്യം എന്താ? എടോ അവിടെ അമ്മയും തന്നെ കാത്തിരിക്കാവില്ലേ? പ്രതീക്ഷിച്ചിരിക്കാവില്ലേ? നമുക്കിപ്പോ തന്നെ പോയാലോ? അത് വേണ്ട വരണം. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ എന്റെ അമ്മയെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിക്കുന്നത് ഞാനും എന്റെ അമ്മയും ഒരുപോലെ ആരാധിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ നടയിൽ വെച്ചായിരിക്കണം. ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരുടെയും പരാതികൾ ഏറ്റുവാങ്ങിയത് ഭഗവാനായിരുന്നില്ലേ? അത് ചെയ്തു തരാൻ പറ്റോ? എടോ അത് തന്റെ ആഗ്രഹമല്ലേ? അത് ഞാൻ നടത്തി തരും. കണ്ടിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും സ്നേഹം കൊടുക്കണം. പിന്നെ ഇത്ര നാളുണ്ടായിരുന്ന ദൂരം കുറയ്ക്കണം എനിക്ക്. അമ്മയുടെ പൊന്നുമോളായിട്ട് ജീവിക്കണം എനിക്ക്. രാധിക, തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെ ഭക്തിയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശ്യാമേ, അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. വരാൻ പറഞ്ഞിരുന്നോ ശ്യാമ? പറഞ്ഞിരുന്നു എടുത്തേ. എന്താ കാര്യം? എടുത്ത് വാ. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. രാത്രി തന്നെ വിളിച്ചു വരുത്തിയത് കൊണ്ട് ബുദ്ധിമുട്ടായോ? ഏയ് കുഴപ്പമില്ല മാഡം, അത്യാവശ്യ കാര്യമുണ്ടല്ലേ. മാഡം പറഞ്ഞ പോലെ വിൽപ്പത്രം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. മാഡം ഒന്ന് വായിച്ചു നോക്കൂ. തരും. എങ്കിൽ പിന്നെ ഞാൻ സൈൻ ചെയ്യട്ടെ? ഓക്കെ മാഡം. ശ്യാമേ, എന്തൊക്കെയാ ഇതിന്റെ അർത്ഥം? ഇതെന്തിനാ ഇപ്പൊ വിൽപത്രം? എഴുതി ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. മുൻപേ ചെയ്തു വെക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചൊരു കാര്യം. എന്റെ സകല സമ്പാദ്യങ്ങളും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി രാധിക മോൾക്കുള്ളതാണെന്ന് ഒരു ഉറപ്പ്. അത്രേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷെ ഈ രാത്രി തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ ഇതാണ് നല്ല സമയം തോന്നി, അതുകൊണ്ടാ ചെയ്യുന്നത്. ഇനി ഇതിന് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാഡം, ഇത് മാഡം സൂക്ഷിച്ചാൽ മതി. ഫർദർ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ മാഡം വിളിച്ചോളൂ. താങ്ക് യു. ഇത്രയും രാത്രിയായിട്ടും സാർ വന്നത് ചെയ്തു തന്നല്ലോ, വലിയ ഉപകാരമുണ്ട്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മാഡത്തിനാവുമ്പോ ഇറ്റ്സ് മൈ പ്ലഷർ. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്. ഇതെന്തിനാ എന്റെ കൈ തരുന്നത്? ഇതെടുത്ത് സൂക്ഷിച്ചാൽ മതി. സമയമാകുമ്പോ രാധിക ഏൽപ്പിക്കണം. ഇക്കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച് ശ്യാമ എങ്ങോട്ട് പോവാ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് എന്നെ കുറിച്ച് വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് എടുത്തി ഏൽപ്പിക്കുന്നത്. എത്രയോ കാലമായിട്ട് എന്റെ ധൈര്യം എടുത്തി. ശ്യാമ, ഇത് ശ്യാമ തന്നെ കയ്യിൽ വെച്ചോളൂ. രാധിക മോൾക്ക് നേരിട്ട് കൊടുക്കാനുള്ള അവസരം ശ്യാമയ്ക്ക് തന്നെ ഉണ്ടാവും. എന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാലും എടുത്ത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുമല്ലേ? അതൊന്നും ഉണ്ടാവില്ല എടുത്തി. എടുത്തിയുടെ കൈകൊണ്ട് കൊടുക്കാൻ തന്നെയായി നോക്കും.
പിന്നെ എടുത്തേ, ഇത്രയും കാലം എന്റെ സങ്കടങ്ങളുടെ ഭാരം എന്നെക്കാളും ചുമന്നത് എടുത്തിയാ. ഒരുപക്ഷെ എടുത്തി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇടറി വീണു പോയേനെ ഞാൻ. പിന്നെ എടുത്തിയ വിൽപത്രം വായിച്ചായിരുന്നോ? ഇല്ല. എന്റെ സ്വത്തിന്റെ ഒരു വിഹിതം ഞാൻ എടുത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്റെ കൂടെ നിന്ന് എന്റെ കൂലിയൊന്നും അല്ല കേട്ടോ, എന്റെ ഒരു സമ്മാന. ഒരു കൂടപ്പിറപ്പിനെ പോലെ എന്റെ കൂടെ നിന്നതിന്, പലപ്പോഴും എന്റെ അമ്മയെ പോലെ എന്നെ ശാസിക്കുകയും തിരുത്തുകയൊക്കെ ചെയ്തതിന്. അതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ശ്യാമേ, എന്താ ശ്യാമയുടെ ഉദ്ദേശം? എല്ലാ ബാധ്യതയും തീർന്നിട്ട് എങ്ങോട്ടാ പോകുന്നേ? എടുത്ത് എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? ഞാൻ പോന്നു, അത്രേ ഉള്ളൂ. ഞാൻ വിടില്ല. ഇത്രയും നാള് കൂടെ നിന്ന് സങ്കടം ചുമന്നു എന്നൊക്കെ പറഞ്ഞില്ലേ?